ഇന്നത്തെ ക്ലാസ് സ്കോപ്പ് ഓഫ് മാത്തമാറ്റിക്സ് HSC മാത്സിൻ്റെ ക്ലാസ്സാണ്. പാർട്ട് എയിലെ മോഡ്യൂൾ 3 മെത്തഡോളജിയുടെ ക്ലാസ് വരുന്നതാണ്. ഇതിനകത്ത് സ്കോപ്പ് ഓഫ് മാത്തമാറ്റിക്സ്. അപ്പോൾ സ്കോപ്പ് ഓഫ് മാത്തമാറ്റിക്സിൽ വരുന്നത് എന്താ, എങ്ങനെയൊക്കെ മാത്സ് അപ്ലൈ ചെയ്യുക എന്നതുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് സ്കോപ്പ് ഓഫ് മാത്തമാറ്റിക്സിൽ വരുന്ന 3 കണ്ടൻസ് ആണ്. പ്യുവർ മാത്തമാറ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആൻഡ് മോഡേൺ മാത്തമാറ്റിക്സ്. 3 ടൈപ്സ് ആണുള്ളത്. എന്തൊക്കെയാണ് വരുന്നത്? റോൾ പ്ലേഡ് ബൈ വാട്ട് ഈസ് യൂഷ്വലി റെഫേർഡ് ആസ് അപ്ലൈഡ് മാത്തമാറ്റിക്സ്. അപ്ലൈഡ് മാത്തമാറ്റിക്സ് 2 അതർ കാറ്റഗറീസ് ഉണ്ട്. അത് എന്തൊക്കെയാണ്? പ്യുവർ മാത്തമാറ്റിക്സും മോഡേൺ മാത്തമാറ്റിക്സും ആണ്. പ്യുവർ മാത്തമാറ്റിക്സും മോഡേൺ മാത്തമാറ്റിക്സ് ആണ്. Pure mathematics as well as modern mathematics gradually moved to the domain of applied mathematics. Let's have brief discussion. നമുക്ക് നോക്കാം പ്യുവർ മാത്തമാറ്റിക്സ് എന്താണെന്ന് നോക്കാം. പ്യുവർ മാത്തമാറ്റിക്സ് ഇൻവോൾവ്സ് സിസ്റ്റമാറ്റിക് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. പ്യുവർ മാത്തമാറ്റിക്സിൽ എന്താ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിഡക്റ്റീവ് റീസണിങ്. പ്യുവർ മാത്തമാറ്റിക്സ് ഡീൽസ് വിത്ത് എക്സാക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, concept and theories which are disconnected from perception. അപ്പോൾ പ്യുവർ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും ഡിഡക്റ്റീവ് ആയിട്ടുള്ള റീസണിങ് ആണ് ഏതിലുള്ളത്? പ്യുവർ മാത്തമാറ്റിക്സിൽ. അപ്പോൾ നോക്കുക, പ്യുവർ മാത്തമാറ്റിക്സിലുള്ളത് എന്താ, സിസ്റ്റമാറ്റിക്സും ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് ആണുള്ളത്. പ്യുവർ മാത്തമാറ്റിക്സ് എന്താണ് ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ്? എക്സാക്ട് സ്റ്റേറ്റ്മെൻറ്റ്, കൺസെപ്റ്റ്, തിയറീസ്. ആൻഡ് അത് പ്യുവർ മാത്തമാറ്റിക്സിൽ എക്സാക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, കൺസെപ്റ്റ് ഉണ്ടാവും, തിയറീസ് ഉണ്ടാവും. വിച്ച് ആർ ഡിസ്കണക്റ്റഡ് ബൈ പെർസെപ്ഷൻ. എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പെർസെപ്ഷൻ അങ്ങനെയാണ്. ഇപ്പം ഡോട്ടഡ് ലൈൻസ് നമ്മൾ സർക്കിളാണ് എന്ന് വിചാരിക്കുന്നത്, അങ്ങനെ പെർസെപ്ഷൻ അല്ല. ഇതെന്താണ്? എക്സാക്ട് ഡീൽ ചെയ്യുന്നത് എക്സാക്ട് സ്റ്റേറ്റ്മെൻറ്റും കൺസെപ്റ്റും തിയറീസിനെ കുറിച്ചാണ്. ഓഫ് കോഴ്സ് സ്റ്റാർട്ടിങ് ഈസ് മെയ്ഡ് വിത്ത് പെർസെപ്ച്വൽ കൺസെപ്ഷൻ. സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഓഫ് കോഴ്സ്. എന്നാലും തീർച്ചയായിട്ടും എന്താ, സ്റ്റാർട്ടിങ് ഈസ് മെയ്ഡ് വിത്ത് പെർസെപ്ച്വൽ കൺസെപ്റ്റ്സ് ആണ്. ദീസ് ആർ സോ മാത്തമാറ്റിക്സ് ദാറ്റ് ദീസ് സീസ് ടു ബി പെർസെപ്ച്വൽ. It treats only theories and principles without regard to their application to concrete things. It consists of all those assertions as that if such and such another propositions is true that thing. അപ്പോൾ ഇത് ഓർത്താൽ മതി. പ്യുവർ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടും ഡിഡക്റ്റീവ് റീസണിങ് ആണ്. പ്യുവർ മാത്തമാറ്റിക്സ് ഡീൽസ് വിത്ത് എക്സാക്ട് സ്റ്റേറ്റ്മെൻറ്റ്, കൺസെപ്റ്റ് ആൻഡ് തിയറീസ് വിച്ച് ആർ ഡിസ്കണക്റ്റഡ് ഫ്രം പെർസെപ്ഷൻ എന്ന് ഓർക്കുക. നെക്സ്റ്റ് വരുന്നതാണ് അപ്ലൈഡ് മാത്തമാറ്റിക്സ്. ആപ്ലിക്കേഷൻ. അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ് ആണ്. ഇറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് പ്യുവർ മാത്തമാറ്റിക്സ് ഇൻ ദ റിയൽ വേൾഡ്. Applied mathematics considered as those parts of mathematical theories that have certain direct or practical application to objects or action in the material world. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ അതാണ് അപ്ലൈഡ് മാത്തമാറ്റിക്സ്. പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഹാവ് ബീൻ യൂസ്ഡ് investigates phenomena such as heat, sound, light, mechanics, astronomy, navigation, etc. അതാണ് യൂസസ് വരുന്നത്. മാത്തമാറ്റിക്സ് ഹാവ് ബീൻ യൂസ്ഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഫിനോമിന. നമ്മൾ ഓരോ ഹീറ്റിൻ്റെ ഒക്കെ ഓരോ ഫിനോമിനോൺസ്, ഹീറ്റ്, സൗണ്ട്, ലൈറ്റ്, മെക്കാനിക്സ്, ആസ്ട്രോണമി, നാവിഗേഷൻ, എക്സെട്ര അതിൻ്റെയൊക്കെ ഫിനോമിനയിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്. In making use of only pen and paper, we can weigh the earth, prepare for any space flight, determine the path of planets. നമുക്കെന്താ ഓരോ പാത്ത് ഓഫ് പ്ലാനറ്റ്സ് നമുക്ക് ജസ്റ്റ് പെന്നും പേപ്പർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എന്താ എർത്തിൻ്റെ വെയിറ്റ് കാണാൻ പറ്റും. പ്രിപ്പയർ ഫോർ എനി സ്പേസ് ഫ്ലൈറ്റ്, ഡിറ്റർമിൻ ദ പാത്ത് ഓഫ് പ്ലാനറ്റിൻ്റെ പാത്തൊക്കെ. സോൾവ് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഓഫ് ബിസിനസ് ഇൻ ദ ഇൻ്റർനാഷണൽ വേൾഡ്. അപ്ലൈഡ് മാത്തമാറ്റിക്സ് ദസ് ഹെൽപ്സ് ഇൻ സോൾവിങ് ഇൻട്രിക്കേറ്റ് പ്രോബ്ലംസ് ഓഫ് ഫിസിക്കൽ വേൾഡ്. നമ്മളെന്താ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ അപ്ലൈഡ് മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. In the beginning, man studied only those mathematical structures which were isomorphic to the structure of relationship in nature and soon turned into abstraction. According to Danzig പറഞ്ഞത് അപ്ലൈഡ് പറഞ്ഞത് എന്താ, അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഈസ് ലൈക്ക് വൈൻ വിച്ച് ബിക്കംസ് പ്യുവർ ഇൻ കോഴ്സ് ഓഫ് ടൈം. ഡാൻസിങ് പറഞ്ഞത് എന്താണ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഈ കോഴ്സ് ഒന്ന് ഓർക്കണേ,
Applied mathematics is like wine which becomes pure in course of time. The relationship is beautifully illustrated by Signe Parnadanda, a dive from world of reality into the world of mathematics. A dive from the world of reality into the world of mathematics. A swim in world of mathematics. A climb from the world of mathematics back into the world of reality, carrying the prediction in teeth. അപ്പോൾ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആക്ട് ആസ് ബ്രിഡ്ജ് ടു ലിങ്ക് പ്യുവർ മാത്തമാറ്റിക്സ് വിത്ത് അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജാണ്. ഏതൊക്കെ തമ്മിലുള്ള ഒരു ലിങ്കാണ് ഏതാ? പ്യുവർ മാത്തമാറ്റിക്സ് വിത്ത് ഫിസിക്കൽ, ബയോളജിക്കൽ, സോഷ്യൽ സയൻസ് എക്സെട്ര. അപ്പോൾ അപ്ലൈഡ് മാത്തമാറ്റിക്സ് നമ്മൾ മാത്സ് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? science, technology, but also on pure mathematics. Example, space dynamics, mathematical biology, mathematical economics, ബാലിസ്റ്റിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അതിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അപ്ലൈഡ് മാത്തമാറ്റിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം അപ്ലൈഡ് മാത്തമാറ്റിക്സ് മാത്സ് അപ്ലൈ ചെയ്യുന്നത് നമ്മളെന്താ ഹ്യൂമൻ ലൈഫിൻ്റെ ബിഗിനിങ് ഓഫ് ഹ്യൂമൻ ലൈഫിൽ തന്നെ നമ്മളെന്താ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. 1 ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ കറസ്പോണ്ടൻസ് ആയിട്ട്? പണ്ടത്തെ ആദിമ മനുഷ്യന്മാരൊക്കെ എന്താ അവർ ആടുകളെല്ലാം കന്നുകാലികളെല്ലാം പോകുന്നത് ഒരു കല്ല് എടുത്ത് വെക്കുന്നു. അതാണ് 1 കറസ്പോണ്ടൻസ് അവർ അന്ന് മുതലേ യൂസ് ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുന്നതിനെന്താ ഓരോന്ന് വരുന്നതിനനുസരിച്ച് 1 ഓരോ കല്ല് എടുത്തു വെക്കുന്നത്. അതാണ് 1 കൺസെപ്റ്റ്. പണ്ട് മുതലേ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാത്സിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് നാം പറയുന്നത്. അപ്പോൾ ഇൻ ദ സെയിം വേ ദ കൺസെപ്റ്റ് ഓഫ് മെഷർമെൻറ്റ് ലെങ്ത്, ഏരിയ, വോളിയം അതൊക്കെ യൂസ് ചെയ്യാൻ ആവശ്യമുണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെന്താ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലും മെഷർമെൻറ്റ് ഓഫ് ടൈം എക്സെട്ര. അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഓഫ് വെരി സിമ്പിൾ നാച്ചർ. നമ്മളെന്താ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുന്നത് ഇവിടെയൊക്കെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ ഒരു 1:2 നമ്മൾ ചില പ്രോബ്ലംസ് പഠിക്കുന്നുണ്ട്. ഒരു പെയിൻറ്റിൻ്റെ ഒക്കെ പഠിക്കുമ്പോൾ 1:2 അനുപാതത്തിലെടുത്തു. അതൊക്കെയാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. മെഷർമെൻറ്റ് ഓഫ് ടൈമിൻ്റെ കേസൊക്കെയാണ് നമ്മൾ അപ്ലൈഡ് മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് ട്രിഗ്നോമെട്രി ആൻഡ് ജോമെട്രി ആർ അതർ എക്സാമ്പിൾസ് വരുന്ന അപ്ലൈഡ് മാത്തമാറ്റിക്സ്. അപ്പം മാത്സിൻ്റെ ആപ്ലിക്കേഷനാണ് പറയുന്നത്. ഇതാണ് അപ്ലൈഡ് മാത്തമാറ്റിക്സ്. നെക്സ്റ്റ് വരുന്നതാണ് മോഡേൺ മാത്തമാറ്റിക്സ് വരുന്നത്. ഇൻ മോഡേൺ ടൈംസ് മെനി ന്യൂ ഐഡിയാസ്. മോഡേൺ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ന്യൂ ഐഡിയാസ്, ടേംസ്, ടോപ്പിക്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഇൻ വേരിയസ് ബ്രാഞ്ചസ് ഓഫ് മാത്തമാറ്റിക്സ്. ഇതാണ് മോഡേൺ മാത്തമാറ്റിക്സിൽ വരുന്നത്. പുതിയ ടേംസും ന്യൂ ഐഡിയാസ്, ന്യൂ ടോപ്പിക്സ് അതൊക്കെയാണ് ഇതിലൊക്കെ വരുന്നതാണ് മോഡേൺ മാത്തമാറ്റിക്സിൽ വരുന്നത്. അപ്പോൾ മോഡേൺ മാത്തമാറ്റിക്സിൽ വരുന്ന ഒരു എക്സാമ്പിൾസാണ് എന്താ സെറ്റൊക്കെ എന്താണ്? സെറ്റൊക്കെ എന്തിൽ വരുന്നതാണ്? സെറ്റ് തിയറിയൊക്കെ എന്താണ് വരുന്നത്? മോഡേൺ മാത്തമാറ്റിക്സിൽ പെടുന്ന ഇതാണ്. ഇപ്പോൾ സെറ്റ് ഫോർ എക്സാമ്പിൾ എ ലൈൻ ഓർ എ റേ ഈസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് പോയിൻറ്റ്സ്. ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ആണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫൈൻ ആസ് ദ റിസൾട്ട് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 റേസ് ഹാവിങ് കോമൺ പോയിൻ്റ് ഉള്ളതാണ്. ബേസ്ഡ് ഓൺ സെറ്റ് തിയറി ആൻഡ് സെറ്റ് ലാംഗ്വേജസ് ന്യൂ ടോപ്പിക്സ് ഹാവ് ബീൻ എമേർജ്ഡ്. പിന്നെ അടുത്ത എക്സാമ്പിൾസ് എന്താ? മോഡേൺ മാത്തമാറ്റിക്സിന് എക്സാമ്പിൾ വരുന്നത് എന്താണ്? ടോപ്പോളജി വരും, മാട്രിസസ് വരും, ലീനിയർ പ്രോഗ്രാമിംഗ് എക്സെട്രയാണ്. അതൊക്കെയാണ് വരുന്നത്. പുതിയ കൺസെപ്റ്റും പുതിയ ടോപ്പിക്സൊക്കെ വരുന്നതിലാണ് മോഡേൺ ടോപ്പിക്സൊക്കെ വരുന്നത്. അതിന് എക്സാമ്പിളാണിത്. മോഡേൺ മാത്തമാറ്റിക്സിന് എക്സാമ്പിളാണ്. മോഡേൺ മാത്തമാറ്റിക്സ് ഹാഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ കരിക്കുല ഫോർ ദ സബ്ജക്റ്റ്. It is believed that set theory and the related topics in mathematics will help in developing a more scientific insight into the nature of the subject and also will be enhance the ability of reasoning. The curricula developed by the Secondary Mathematics Study Group, SMSG, is typical example of point of view. ഇതൊക്കെയാണ് എന്ത് വരുന്നത്? ഇതിൽ വരുന്നത് മോഡേൺ മാത്തമാറ്റിക്സ്. സെറ്റ് തിയറി വരും. സെറ്റിൽ കുറേ ഡെഫിനിഷനൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്, റോസ്റ്റർ ഓഫ് ഫോം അതൊക്കെ വരും. പിന്നെ ടൈപ്സ് ഓഫ് സെറ്റുകൾ വരും. പിന്നെ റിങ്സ്, സബ്സെറ്റ്, സൂപ്പർ സെറ്റ്, ഗ്രൂപ്പ് അതൊക്കെയാണ് സെറ്റ് തിയറിയിൽ വരുന്നത്.
പിന്നെ അടുത്ത ഒരു കൺസെപ്റ്റാണ് ടോപ്പോളജി അതൊക്കെ ഏതിൽ വരുന്നതാണ്? മോഡേൺ മാത്തമാറ്റിക്സിൽ വരുന്നതാണ്. ഇത്രയാണ് സ്കോപ്പ് ഓഫ് മാത്തമാറ്റിക്സ് വരുന്നത്. അടുത്ത ടോപ്പിക്ക് വരുന്നതാണ് കോറിലേഷൻ ഓഫ് മാത്തമാറ്റിക്സ് വിത്ത് ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോറിലേഷനാണ് മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പം മാത്തമാറ്റിക്സ് എല്ലാ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ ഡെഫിനിഷൻസൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോഴും മാത്തമാറ്റിക്സ് ഡെയിലി ലൈഫായിട്ട് കോറിലേഷൻ ഓഫ് മാത്തമാറ്റിക്സ് വിത്ത് ലൈഫുമായിട്ട് മാത്തമാറ്റിക്സ് ഈസ് വൺ ഓഫ് ദ സബ്ജക്ട് വിച്ച് ഹാസ് എക്സ്റ്റെൻസീവ് ആപ്ലിക്കേഷൻ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് സിറ്റുവേഷൻ. നമ്മൾ ഡേ ടു ഡേ ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. It has an important bearing on various aspects of life. Mathematics is an indispensable tool of precision and measure involving quantity and time. A fundamental knowledge of basic mathematics concept is valuable even for a layman. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാത്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോഴെന്താ? വെൻ കാൽക്കുലേറ്റ് ഹിസ് വേജസ്, നമ്മൾ സാലറി ഒക്കെ ആണെങ്കിൽ വേജസ്, plans his expenses and estimates his balances. He is making use of lot of simple mathematics. നമ്മൾ ഡെയിലി ലൈഫ്, നമ്മൾ സാലറി, നമ്മൾ എത്ര കിട്ടുന്നുണ്ട്, എത്ര ചിലവഴിക്കുന്നുണ്ട്, അതിനെക്കൊണ്ട് എന്തൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. An intellectual understanding of contemporary literature and to lead successful life in society. A knowledge of mathematical language and symbols and their manipulations are essential. നമ്മൾ എന്താ? even for a student who discontinues his education after his primary or secondary education, the fundamental knowledge in mathematics helps him in taking up a good number of വൊക്കേഷൻസ് സച്ച് ഏസ് ടൈലറിങ്. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാം നമ്മൾ ലൈഫിലെ എല്ലാ സിറ്റുവേഷനിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ പഠിപ്പ് പകുതിക്ക് നിർത്തി വെച്ച് വിചാരിക്കുക. അപ്പോൾ സിമ്പിൾ, നമ്മൾ ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമേ ഉള്ളൂ മാത്സിൽ. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ എന്താ? ടൈലറിങ്ങിൽ, കാർപ്പൻട്രി, അളവൊക്കെ ഉള്ളേ, അത് അവിടെയൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാത്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ടൈലറിങ്ങിൽ, കാർപ്പൻട്രി എക്സെട്ര. അതാണ് ഡെയിലി ലൈഫിൽ നമ്മളെന്താ? മാത്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോഴെന്താ? ദിസ് വിൽ മേക്ക് ദ ലേണിംഗ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിങ്ങും ആണ്, മീനിങ് ഫുള്ളും ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കേസിലും, ഡെയിലി ലൈഫിൽ എല്ലാ കേസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് പറയുന്നു? ഒരു കോഴ്സ് ഓർക്കുക, മാത്തമാറ്റിക്സ് ഈസ് ദ ക്യൂൻ ഓഫ് സയൻസ്. മാത്തമാറ്റിക്സ് ഈസ് ദ ക്യൂൻ ഓഫ് സയൻസ് എന്ന് പറയുന്നുണ്ട്. ആരാണ് പറഞ്ഞതെന്ന് അറിയാലോ? മാത്തമാറ്റിക്സ് ഈസ് ദ ക്യൂൻ ഓഫ് സയൻസ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? നമ്മൾ ഡെഫിനിഷൻ എടുത്തിട്ടുണ്ട് മാത്സിൽ ഡെഫിനിഷൻ എടുത്തപ്പോൾ ആര് പറഞ്ഞിരുന്നു? മാത്തമാറ്റിക്സ് ഈസ് ദ ക്യൂൻ ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഈസ് ദ ക്യൂൻ ഓഫ് ഓൾ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞത് ആരാണ്? ഗോസ് ആണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോഴും മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ്, പ്രിപ്പയറിങ് അറ്റ്ലീസ്റ്റ് എ റഫ് ഹോം ബഡ്ജറ്റ്, കാൽക്കുലേറ്റിംഗ് ദ സൈസസ് ഓഫ് കമ്മോഡിറ്റീസ് എക്സെട്ര എല്ലാത്തിനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വോളിയം കണ്ടുപിടിക്കാൻ എല്ലാം. ഹൗസ് വൈഫ് ആണെങ്കിൽ അവരുടെ ബഡ്ജറ്റ് എത്ര യൂസ് ചെയ്യുക, എങ്ങനെ യൂസ് ചെയ്യുക, അവരും എന്ത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. കുക്കിങ്ങിലാണെങ്കിൽ ഓരോ പ്രൊപ്പോർഷനിലെ നമ്മളൊക്കെ രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഓരോ ദോശയൊക്കെ ആണെങ്കിൽ ഓരോ പ്രൊപ്പോർഷനിലാണ് യൂസ് ചെയ്യുക. ഇതാണ് ഡെയിലി ലൈഫിൽ മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് വരുന്ന കോറിലേഷൻ ഓഫ് മാത്തമാറ്റിക്സ് വിത്ത് അതർ സബ്ജക്ട്സ്. കോറിലേഷൻ വിത്ത് അതർ സബ്ജക്റ്റുമായിട്ടുള്ള മാത്സിൻ്റെ കോറിലേഷനാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഏതൊക്കെ സബ്ജക്റ്റായിട്ട്? വിത്ത് ഫിസിക്കൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെന്താ? ബയോളജിയായിട്ട് കോറിലേറ്റ് ചെയ്തിരിക്കുന്നു. എൻജിനീയറിങ്ങും പിന്നെ സോഷ്യൽ സയൻസ് ഇതൊക്കെയായിട്ട് കോറിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. വിത്ത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, വിത്ത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, അതൊക്കെയായിട്ട് ഏത് റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്? മാത്സ് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് കുറേ കോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിസിക്കൽ സയൻസുമായിട്ട് കുറച്ച് കോഴ്സ്, ബാക്ക് പറഞ്ഞ കോഴ്സ് എന്നാ. മാത്തമാറ്റിക്സ് ഈസ് ദി ഗേറ്റ് വേ ആൻഡ് കീ ടു ഓൾ സയൻസ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ബാക്ക് പറഞ്ഞിരിക്കുന്ന കോഴ്സ്. കാൻറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാത്തമാറ്റിക്സ് ഈസ് ദ ഇൻഡിസ്പെൻസിബിൾ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഓൾ ഫിസിക്കൽ റിസർച്ചേഴ്സ്.
കാൻറ്റ് പറഞ്ഞ കോഡ്സ് എന്താണ്? മാത്തമാറ്റിക്സ് ഈസ് ദ ഇൻഡിസ്പെൻസിബിൾ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഓൾ ഫിസിക്കൽ റിസർച്ചസ്. കാൻറ്റ് പറഞ്ഞിരിക്കുന്ന കോഡ്സ് ആണ്. പിന്നെ കോംറ്റിൻ്റെ കോഡ്സ് എന്താ? സയൻസുമായി റിലേറ്റ് ചെയ്ത കോഡ്സ് എന്താണ്? ഓൾ സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ വിച്ച് ഡസ് നോട്ട് കമൻസ് വിത്ത് മാത്തമാറ്റിക്സ് ഈസ് ഓഫ് നെസസിറ്റി ഡിഫക്റ്റീവ് അറ്റ് ഇറ്റ്സ് ഫൗണ്ടേഷൻ. അതാണ് കോംറ്റ് പറഞ്ഞിരിക്കുന്ന കോഡ്സ് എന്താണ്? ഓൾ സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ വിച്ച് ഡസ് നോട്ട് കമൻസ് വിത്ത് മാത്തമാറ്റിക്സ് ഈസ് ഓഫ് നെസസിറ്റി ഡിഫക്റ്റീവ് അറ്റ് ഇറ്റ്സ് ഫൗണ്ടേഷൻ. അതാണ് കോംറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കൊത്താരി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വി കനോട്ട് ഓവർ സ്ട്രെസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ റിലേഷൻ ടു സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. This has always been so, but at no time has a significance of mathematics been greater than today. അതാണ് കോത്താരി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോഴും പറഞ്ഞ ഫിസിക്കൽ സയൻസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവർ ഫിസിക്കൽ സയൻസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താ? മാത്സിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫോർമുലാസ്, മാത്തമാറ്റിക്കൽ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് യൂസ് ചെയ്തിരിക്കുന്നത്. V = U + AT വെലോസിറ്റി, V² = U² + AS, S = UT + ½ അങ്ങനെ ഫോഴ്സ് F = ma. ലോസ് ഓഫ് മോഷനിലെ ഇക്വേഷനാണ് നമ്മൾ V = U + AT, V² = U² + 2AC, S = UT + ½ എന്നൊക്കെ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താ? പിന്നെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ F = ma എന്നുള്ള ഫോർമുലയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫിസിക്കൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്ന എക്സാമ്പിൾ വരുന്നത്. ഡയറക്റ്റ് വേരിയേഷൻ, ഇൻവേഴ്സ് വേരിയേഷൻ, അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അവിടെയൊക്കെയാണ് എന്താ? മാത്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. J.F. മെല്ലർ പറഞ്ഞ വേർഡ്സ് എന്താണ്? പിന്നെ എന്താ? ഫിസിക്കൽ സയൻസാണ്. അത് കെമിസ്ട്രിയായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്. കെമിസ്ട്രിയിലായിട്ട് എന്താ? ഇൻ ദ വേർഡ്സ് ഓഫ് J.W. മെല്ലർ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഫോളോ ദ ലേറ്റർ ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഓർ ജനറൽ കെമിസ്ട്രി വിത്തൗട്ട് എ വർക്കിംഗ് നോളജ് ഓഫ് ഹയർ മാത്തമാറ്റിക്സ്. എന്താണ്? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് ടു ഫോളോ ദ ലേറ്റർ ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഓർ ജനറൽ കെമിസ്ട്രി വിത്തൗട്ട് എ വർക്കിംഗ് നോളജ് ഓഫ് ഹയർ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ഗീവ്സ് ഫോം, ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ്നെസ് ടു പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓൾ കെമിക്കൽ കോമ്പിനേഷൻസ് ആർ ഗവേൺഡ് ബൈ സർട്ടൺ മാത്തമാറ്റിക്കൽ ലോസ് ആണ്. കെമിക്കൽ കോമ്പിനേഷനൊക്കെ വരുന്ന സർട്ടൺ മാത്തമാറ്റിക്കൽ ലോസ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ കെമിക്കൽ കോമ്പൗണ്ട്സിലും സർട്ടൺ റേഷ്യോയിലല്ലേ, ഓരോ റേഷ്യോയിലാണ് നമ്മൾ വരുന്നത്. കെമിക്കൽ കോമ്പിനേഷൻസ് ആർ ഗവേൺഡ് ബൈ സർട്ടൺ മാത്തമാറ്റിക്കൽ ലോസ്. ഇൻ കെമിക്കൽ കോമ്പൗണ്ട്സ് ദ കോൺസ്റ്റുവൻറ്റ് എലമെൻറ്റ്സ് ആർ കമ്പയർഡ് ഇൻ ടു ഡെഫിനിറ്റ് റേഷ്യോ. പിന്നെ ഇൻ കെമിക്കൽ റിയാക്ഷനിൽ ദ കെമിക്കൽ ഇക്വേഷൻസ് ആർ ബാലൻസ്ഡ് ബൈ ബാലൻസിങ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ഐദർ സൈഡ് ഓഫ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഒക്കെ അവിടെ എന്ത് യൂസ് ചെയ്തിട്ടാണ്? നമ്മൾ മാത്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഫിസിക്കൽ സയൻസിൽ, കെമിസ്ട്രിയിലും ഫിസിക്സിലും യൂസസ് വരുന്നത്. നെക്സ്റ്റ് ബയോളജിയിൽ യൂസ് വരുന്നത് ഏതാണ് നോക്കാം. ഈ ബയോളജിയുമായി റിലേറ്റ് ചെയ്യുന്ന ജോൺ പെറി ഹാസ് കറക്റ്റ്ലി എസ്റ്റിമേറ്റഡ് ദി വാല്യൂ ഓഫ് മാത്തമാറ്റിക്സ് ഇൻ സ്റ്റഡി ഓഫ് നാച്ചുറൽ സയൻസ് ബൈ സേയിങ്. എന്താ ജോൺ പെറി പറഞ്ഞത്? എന്താ? ഇൻ ദീസ് ഡേയ്സ് ഓൾ മെൻ ഔട്ട് ടു സ്റ്റഡി നാച്ചുറൽ സയൻസസ്. Such a study is practically impossible without knowledge of higher mathematical methods. അത് പറഞ്ഞ കോഡ്സ് ഒന്ന് ഓർക്കുക. ആ കോഡ്സ് എന്താണ്? ആര് പറഞ്ഞ? ജോൺ പെറി പറഞ്ഞ കോഡ്സ് എന്താണ്? ഇൻ ദീസ് ഡേയ്സ് ഓൾ മെൻ ഔട്ട് ടു സ്റ്റഡി നാച്ചുറൽ സയൻസ്. സച്ച് എ സ്റ്റഡി ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ വിത്തൗട്ട് ദ നോളജ് ഓഫ് ഹയർ മാത്തമാറ്റിക്സ് മെത്തേഡ്സ്. ഇതാണ് പറഞ്ഞത്. അപ്പോൾ മാത്തമാറ്റിക്സ് പിന്നെ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? എവിടെയൊക്കെയാണ്? ഇതിൽ ബയോളജിയിൽ എവിടെയൊക്കെയാണ്? ദ മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ ഓഫ് ബയോമെട്രി ആർ യൂട്ടിലൈസ്ഡ് ഫോർ ജനറലൈസേഷൻ അറൈവ്ഡ് ഫ്രം ഒബ്സർവ്ഡ് ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും ടെക്നിക്സ് ആർ widely used for analyzing complex problems relating to psychology, genetics, heredity, metabolism and so on. അവിടെയൊക്കെ ഏതാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്.
സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയറാണ്, അവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ടീരിയൽ ഗ്രോത്ത് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ഇൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ബാക്ടീരിയൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്? എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിലാണ് ചെയ്യുന്നത്. ബാക്ടീരിയൽ ഗ്രോത്ത് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. പിന്നെ ടോപ്പോളജി ക്യാൻ ബി യൂസ്ഡ് ഡിസ്ക്രൈബിംഗ് ദ സർഫേസ് ഓഫ് ലിവിങ് സെൽസ്. A new kind of algebra to represent the thinking procedure is being sought of ന്യൂറോസൈക്കോളജിസ്റ്റ്. അവിടെയൊക്കെ എന്താ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓഫ് ലേറ്റ് ബയോമാത്തമാറ്റിക്സ് ഹാസ് ബീൻ എമർജിങ് ആസ് എൻ ഇമ്പോർട്ടൻസ് ഫീൽഡ് ഓഫ് സ്റ്റഡി ഫോർ ബയോളജിസ്റ്റ്. അവിടെയൊക്കെ ബയോളജിയിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് കോറിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് കോറിലേഷൻ വിത്ത് ബയോളജി വരുന്നത്. നെക്സ്റ്റ് കോറിലേഷൻ വിത്ത് എഞ്ചിനീയറിംഗിൽ അതർ സബ്ജക്റ്റിലാണ്. അടുത്ത എഞ്ചിനീയറിംഗ് ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും. മോസ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ഇൻട്രാക്ട് വിത്ത് മാത്തമാറ്റിക്സ് ഇൻ സിമിലർ വേ. ദ ലെവൽ ഓഫ് സോഫിസ്റ്റിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ് യൂസ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് ഈസ് ഗ്രോത്ത് ബൈ leaps and bounds with the ability to handle more and more complex problems. എഞ്ചിനീയറിംഗിൽ എന്താ great deal mathematics used in engineering in the area of differential equation and offshoot of calculus, probability theory in another area with profound application to engineering problems. Till recently, algebraic geometry, a relatively pure domain, has been used with considerable success in handling engineering problems. Engineering problems solve ചെയ്യാനൊക്കെ എന്താ യൂസ് ചെയ്യുന്നുണ്ട്? മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. എഞ്ചിനീയറിംഗിൽ എന്തായാലും വേണം, നമുക്കറിയാം. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എന്തായാലും എന്താ ഒരു ബിൽഡ് ചെയ്യണം, അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അതൊക്കെ വേണം. അതാണ് എഞ്ചിനീയറിംഗുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു മാത്സ്. നെക്സ്റ്റ് വരുന്നത് വിത്ത് സോഷ്യൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എക്കണോമിക്സ്, സൈക്കോളജി ആൻഡ് മെനി അതർ സബ്ജക്ട്സ് ആർ മാത്തമാറ്റിക്കലി ഓറിയൻറ്റഡ് ആണ്. എക്കണോമിക്സിൽ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് ആൻഡ് മെത്തേഡ്സ് ആർ ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ഇൻ interpret social phenomena, generalize laws governing economics policy and predict economic growth. അതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഈസ് ദ ഓൺലി സയൻറ്റിഫിക് മെത്തേഡ് ടു ഡീൽ വിത്ത് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫിനോമിന. ഹെർബർട്ട് പറഞ്ഞ ഇറ്റ് ഈസ് നോട്ട് ഓൺലി പോസിബിൾ ബട്ട് നെസസറി ദാറ്റ് മാത്തമാറ്റിക്സ് ബി അപ്ലൈഡ് ടു സൈക്കോളജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫിലോസഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. മാത്തമാറ്റിക്കൽ ലോജിക് ഈസ് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് കണ്ടീഷൻസ് ഓഫ് എക്യുറേറ്റ് തിങ്കിങ് ആൻഡ് ഡ്രോയിങ് വാലിഡ് ഇൻഫറൻസസ്. ഇതൊക്കെ ഡോക്ടർ ആലംബർട്ട് പറഞ്ഞത് എന്താ? ഡോക്ടർ ആലംബർട്ട് പറഞ്ഞിരിക്കുന്നത് ജോമെട്രി ഈസ് എ പ്രാക്ടിക്കൽ ലോജിക് ബിക്കോസ് ഇറ്റ് innate rules of reasoning are applied in the most simple and sensible manner. ഇത് ഡോക്ടർ ആലംബർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജോമെട്രി ഈസ് എ പ്രാക്ടിക്കൽ ലോജിക്. ജോമെട്രി എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലോജിക്കാണ്. ബിക്കോസ് അതിന് കാരണം എന്താ? ഇൻ ഇറ്റ്സ് റൂൾസ് ഓഫ് റീസണിങ് ആർ അപ്ലൈഡ് ഇൻ ദ മോസ്റ്റ് സിമ്പിൾ ആൻഡ് സെൻസിബിൾ മാനറിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി പാസ്കൽ ഹാസ് ഗോൺ ടു എക്സ്റ്റെൻഡ് ഓഫ് സെയിങ്. പാസ്കൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ലോജിക് ഹാസ് ബോറോവ്ഡ് ദ റൂൾസ് ഓഫ് ജോമെട്രി. ലോജിക് പറയുന്നത് എന്താ? ബോറോവ്ഡ് ദ റൂൾസ് ഓഫ് ജോമെട്രി ആണ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇനി എൻ വൈറ്റ്ഹെഡ് പറഞ്ഞത് എന്താ? ഫിലോസഫേഴ്സ് വെൻ ദേ ഹാവ് പോസസ്ഡ് എ thorough knowledge of mathematics have been among those who have enriched the science with some of its best ideas. എൻ വൈറ്റ്ഹെഡ് പറഞ്ഞിരിക്കുന്നത് എന്താ? Philosophers, when they have possessed a thorough knowledge of mathematics, has been among those who have enriched the science with some of its best ideas. This implies that a good philosopher should be a good mathematician too. എന്താ പറഞ്ഞത്? ഒരു ഗുഡ് ഫിലോസഫർ എന്തായിരിക്കും? ഗുഡ് മാത്തമാറ്റീഷ്യൻ കൂടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹു ഈസ് വെൽ വേഴ്സ്ഡ് വിത്ത് മാത്തമാറ്റിക്കൽ ഐഡിയാസ് ആൻഡ് ടെക്നിക്സ് ടു evaluate the validity of truth and reality എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പിന്നെ ഏതുമായി റിലേറ്റ് ചെയ്യുന്നു? ജോഗ്രഫി, ഹിസ്റ്ററി ഒക്കെ നമുക്ക് എന്താ? ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി ആർ കോറിലേറ്റഡ് വിത്ത് mathematics. The history of mathematicians and their contribution provides useful background for the teaching of mathematics and history ആണ്. മാത്തമാറ്റിക്സ് എന്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു? കാൽക്കുലേറ്റിംഗ് ദ ഡേറ്റ്സ് ആൻഡ് ഡേയ്സ് ഓഫ് വേരിയസ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആൻഡ് പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ബേസ്ഡ് ദ പാസ്റ്റ് ഇവൻറ്റ്സിന്. അതാണ് ഹിസ്റ്ററിയിൽ വരുന്നത്. ഇനി ജോഗ്രഫിയിലാണെങ്കിൽ എന്താ? നമുക്കെന്താ?
Maps, okay. Mathematics helps in drawing the maps to scale and locating places, estimating the distance between the different places. ജോഗ്രഫിയിലാണെങ്കിൽ നമുക്ക് ഒരു മാപ്പ് റൂട്ട് ഓരോന്നിൻ്റെ മാപ്പ് വരക്കണമെങ്കിൽ അതിൻ്റെ കൃത്യമായി വാല്യൂസ് സ്കെയിൽ ഉണ്ടാവും, ലൊക്കേറ്റിംഗ് സ്ഥലങ്ങളൊക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പ്ലേസ്, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ എവിടെ യൂസ് ചെയ്യുന്നത്? ജോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞുള്ളത്. മാത്തമാറ്റിക്സ് പ്രൊവൈഡ്സ് ദ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്, ഇൻ പ്രിഡിക്റ്റിംഗ് ദ വെതർ കണ്ടീഷൻ ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ചസ്, പ്ലാനിംഗ് ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആൻഡ് സോ ഓൺ. പ്രോബ്ലംസ് ഫ്രം ഹിസ്റ്ററി ഓർ ജോഗ്രഫി ക്യാൻ ബി ഫ്രൂട്ട്ഫുൾ എക്സസൈസ് ഇൻ മാത്തമാറ്റിക്സ്. അപ്പോൾ ജോഗ്രഫിയിലും ഹിസ്റ്ററിയിലും ഒക്കെ മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? കോറിലേഷൻ വിത്ത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ആർട്ടിലും ആർക്കിടെക്ചറും ഏതായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? മാത്സ് റിലേറ്റ് ചെയ്തിരിക്കുന്നു, കോറിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്താ? മാത്തമാറ്റിക്സ് ഹെൽപ്സ് ഇൻ appreciating the beauty in art and architecture. A person with mathematical background ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ എന്താ, can perceive ക്വാളിറ്റീസ് സച്ച് എ സിമ്മട്രി. നമ്മൾ സിമ്മട്രിക് പാറ്റേൺസ് ഒക്കെ വരക്കാൻ പറ്റും. സിമ്മട്രി എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയുള്ളത്. ലീഫൊക്കെ ആണെങ്കിൽ ഒരുപോലെയല്ലേ, അത് സിമ്മട്രി, പാറ്റേൺ, പ്രൊപ്പോർഷൻ, ബാലൻസ് ആൻഡ് ഹാർമണി ഇൻ ക്രിയേഷൻസ് ഇൻ ആർട്ട്, ആർക്കിടെക്ചർ. ഷോ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാത്തമാറ്റിക്സ് ഈസ് എൻഗേജ്ഡ് ഇൻ ഫാക്ട് ഇൻ ദ പ്രൊഫൗണ്ട് സ്റ്റഡി ഓഫ് ആർട്ട് ആൻഡ് ദ എക്സ്പ്രഷൻ ഓഫ് ബ്യൂട്ടി. അതുകൊണ്ട് എന്താ? മാത്തമാറ്റിക്സ് ഇറ്റ് സെൽഫ് എ പീസ് ഓഫ് ആർട്ട്, എ സ്റ്റഡി ഓഫ് ഹാർമണി ആൻഡ് സിമട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. There is beauty, symmetry, pattern and rhythm in mathematics, and one could derive happiness and satisfaction from mathematics like any other piece of art. Its beauty, elegance and precision may appear sometimes to be cold or inhuman, and yet even very young children can gain great pleasure from working and solving problems with it ഡൊമൈൻ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടും ആർക്കിടെക്ചറിലും ഒക്കെ എന്തുണ്ട്? മാത്സ് കോറിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് വൺ വിത്ത് ലാംഗ്വേജും ലിറ്ററേച്ചറും ഒക്കെ ആയിട്ട് എന്ത് മാത്സ് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ലോജിക്കൽ തിങ്കിങ് ആൻഡ് റീസണിങ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഡെവലപ്പ് ത്രൂ ദ സ്റ്റഡി ഓഫ് ലോജിക്കൽ തിങ്കിങ്ങും സ്റ്റഡിയൊക്കെയാണ് ലാംഗ്വേജ്. ലോജിക്കൽ തിങ്കിങ്, റീസണിങ് അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. സ്റ്റഡി ഓഫ് മാത്തമാറ്റിക്സ് ക്യാൻ ബി അപ്ലൈഡ് ടു ലേൺ ദ ലാംഗ്വേജ്. ഗ്രാമർ, എസ്പെഷ്യലി ഇൻ ദ യൂസേജ് ഓഫ് ഗ്രാമർ ആൻഡ് ഓർഗനൈസിങ് ഐഡിയാസ് ലോജിക്കലി ആൻഡ് പ്രിസൈസ്. നമ്മൾ ഗ്രാമറെല്ലാം പഠിക്കുമ്പോൾ ലോജിക്കൽ ഐഡിയാസ് ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് വേഗം പഠിക്കാൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോറിലേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇതിനകത്തുള്ള 2 കണ്ടൻസാണ്, കോറിലേഷൻ വിത്ത് സബ്ജക്ട്സും അതർ സബ്ജക്ട്സും, പിന്നെ കോറിലേഷൻ വിത്ത് ലൈഫ് സിറ്റുവേഷൻസും ആണ് ഈ കണ്ടൻസിലുള്ളത്.